ഒരു വ്യക്തി കമ്മിറ്റഡ് ആയ മനോഭാവത്തോടു കൂടിയാണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ സീരിയസ് ആയാണ് നോക്കി കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, അവരെപ്പോഴും ഒരു കോർ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കും. അതായത് നിങ്ങളെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയി കാണുകയോ നിങ്ങളോടൊപ്പമുള്ള റിലേഷൻഷിപ്പ് വളരെ ഹൈഡ് ചെയ്ത് വളരെ സീക്രട്ട് ആയി മെയിൻറ്റെയിൻ ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. പകരം അവരുടെ ഇന്നർ സർക്കിളിലേക്ക് നിങ്ങളെ എപ്പോഴും ഇൻവൈറ്റ് ചെയ്യും. അത് ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ, ഫാമിലി ആയിക്കൊള്ളട്ടെ, അവരുടെ ഇടയിലേക്ക് എപ്പോഴും നിങ്ങൾക്കൊരു സ്വീകാര്യത ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, അവരുടെ വാക്കുകളിലും പ്രവൃത്തിയിലും ഇൻഡയറക്റ്റ് ആയി നിങ്ങൾക്കൊരു വീക്ക് കോൺസെപ്റ്റ് ഫീൽ ചെയ്യും. അതായത് ഞാൻ ചെയ്യാൻ പോകുന്നത്, എൻ്റെ പ്ലാനിങ് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ഞാൻ എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമുക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇനി എന്താണ് ചെയ്യുക, ഇത്തരത്തിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, പറയുന്നത്, ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മെന്റലി അവർ ആ ഒരു റിലേഷൻഷിപ്പിലെ കമ്മിറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതിന്റെ മറ്റൊരു സൈൻ. 3, കമ്മിറ്റഡ് ആയ ഒരു വ്യക്തി നിങ്ങളുടെ എല്ലാ അവസ്ഥയിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതായത് ലൈഫിൽ ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളെ തനിച്ചാക്കി പോകില്ല. നിങ്ങളുടെ കൂടെ ഒരു സപ്പോർട്ടായി എപ്പോഴും അവർ കൂടെ ഉണ്ടാകും. ആൻഡ് നെക്സ്റ്റ് വൺ, പലപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ എൻഗേജ്ഡ് ആവുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതായിട്ട് വരും. എസ്പെഷ്യലി ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ കൂടി പരിഗണിക്കേണ്ടതായിട്ട് വരും. സോ അങ്ങനെയുള്ള ഒരു പരിഗണന നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്നുണ്ടായിരിക്കും. ആൻഡ് ഫൈനലി, ഇമോഷണലി ഉള്ള ഒരു ഇന്റിമസിക്ക് അവരെപ്പോഴും പ്രാധാന്യം നൽകും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണ് എന്നുള്ളത് മനസ്സിലാക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയ ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.